നമുക്കൊന്ന് അർത്തുങ്കൽ പള്ളി വരെ പോയിട്ട് വരാം. ഇതിനു മുമ്പ് നമ്മൾ ആദ്യം ഗിരീഷിന്റെ വീട്ടിൽ പോയിട്ടാണ് പോകുന്നത്. അവനവിടെ നമുക്ക് വേണ്ടി കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവനാണ് എന്നെ അർത്തുങ്കൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പ്രശസ്തമായ തളിയാപ്പറമ്പ് ക്ഷേത്രം. ഇതിന്റെ അടുത്താണ് നമ്മുടെ ഗിരീഷിന്റെ വീടുള്ളത്. ഇവനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗിരീഷ്. അപ്പൊ ഇവന്റെ വീട്ടിലോട്ട് ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൻ എന്നെ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാവും. സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. പോകാൻ തോന്നിയില്ലെങ്കിലും വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം, അതുപോലെ പള്ളിയിൽ പോകണം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധിക നേരം അവിടെ കറങ്ങി നിന്നില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പിന്നെയും പോയി. ആക്ച്വലി വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നതുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത ആളുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും മിസ്സായി. ഗിരീഷിന്റെ അമ്മയാണ് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇതൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്നത്. എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നല്ലോണം പോൾ ചെയ്തിട്ടുണ്ട്. കൂർക്കെട്ട്, ചെമ്മീന്, കിളിമീൻ കറി, കക്ക ഫ്രൈ, പപ്പടം, അച്ചാറ്, ഇതൊക്കെ തന്നെ പോരെ. സ്വർഗം മാമ. ഇതെല്ലാം കൂട്ടി ഒരു പിടിയും പിടിച്ച് നല്ലൊരു ഉറക്കവും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളിയിലോട്ട് പോയിരുന്നത്. ഇപ്പം ഞങ്ങളത് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളത് ബീച്ചിലേക്ക് ഇറങ്ങി. അർത്തുങ്കൽ ബീച്ച് കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ വന്നിട്ടുള്ളതിൽ പകുതി കൂടുതൽ ആൾക്കാർ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നതും. സൺസെറ്റും ആ ഒരു വ്യൂ ഒക്കെ കണ്ട് അവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു വൈബായിരുന്നു ശരിക്കും. അങ്ങനെ കുറച്ചു നേരം തിരുമാലയിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഫുഡ് എടുത്തു. ഇതും ഗിരീഷാന്റെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം തിന്നാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് തന്ന ദൈവത്തിനെയും ഗിരീഷിനെയും ഗിരീഷിന്റെ അമ്മയൊക്കെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അത് അവിടെ ഇട്ടും കടൽ തീരത്തിൽ തന്നെ കഴിച്ചു.